ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നിങ്ങൾ കാണുന്ന ഈ ഒരു സീനും ഇത് എൻ്റെ ഡെസ്ക് 1 ആണ് കേട്ടോ. ഇത് കോളേജിലത്തെ കാര്യങ്ങൾ, അതായത് എഴുതാനേ വരയ്ക്കാനേ കുത്താനേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡെസ്ക്. ഇതെൻ്റെ ഡെസ്ക് 2, അതായത് എൻ്റെ എസ്തറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെസ്ക്. അങ്ങനെ 2 വൈറ്റ് ഡെസ്ക്കാണ് ഞാൻ എൻ്റെ റൂമിൽ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടത്. നല്ല അലമ്പ അവസ്ഥയാണ് 2 ഡെസ്ക്. ഞാൻ 3 ആഴ്ചയായിട്ട് വീട്ടിലില്ലായിരുന്നു. അപ്പോൾ പോകുന്നതിൻ്റെ തലേന്നായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് ഓർഡേഴ്സ് കാര്യങ്ങളുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കോളേജിലേക്കുള്ള വർക്ക്സും, അങ്ങനെ കുറേ അല്ലറ ചില്ലറ വെട്ടാനും കുത്താനും കുറേ പേപ്പർ കട്ടിങ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒക്കെ പരന്ന് കിടക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും പോകുകയാണല്ലോ, അപ്പോൾ ഞാൻ എല്ലാതും കൂടെ നിലത്ത് കിടക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡെസ്കിൻ്റെ മണ്ടക്ക് മേലെ കയറ്റി വെച്ചിരുന്നത് കേട്ടോ. പിന്നെ 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴായിരുന്നു ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്, ഇതൊന്ന് വൃത്തിയാക്കണമല്ലോ, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. കോളേജിലേക്കുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ കട്ടിങ് കാര്യങ്ങൾക്കൊക്കെ ഒരു ടേബിൾ വേണമായിരുന്നു. എനിക്ക് ആകെ 3 ടേബിളാണ് വീട്ടിലുള്ളത്. അതിൽ ഒന്നുമില്ല എൻ്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ, പിന്നെ ഈ 2 ഡെസ്ക്കാണ് ഉള്ളത്. അപ്പോൾ എല്ലാ ഡെസ്ക്കും ബിസി ആയതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യാനും കാര്യങ്ങൾ, ഞാൻ ബെഡിൽ വെച്ചിട്ട് ഒരു ഭാഗം കട്ട് ചെയ്ത് നോക്കി, പക്ഷേ അത് കുഴപ്പമില്ല എന്നുള്ള രീതിക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെസ്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാമല്ലോ. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു, ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചാലോ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു ഡെസ്ക് മേക്ക് ഓവർ ആയിട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഡെസ്കിൻ്റെ സെറ്റപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ലാസ്റ്റായിട്ട് പ്രെപ്പിംഗ് ഫോർ ഏപ്രിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു ഡെസ്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്രാവശ്യം മാറ്റി. അത് ഇഷ്ടപ്പെടായിട്ടല്ല, പിന്നെ എന്തോ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി. അപ്പോൾ ഡെസ്കിൽ ഒരു 3 ആഴ്ച ആയിട്ട് ഉള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയുമ്പോൾ വിൻഡോസും കേർട്ടൻസും ഒക്കെ ക്ലോസ് ചെയ്തിട്ട് തന്നെയായിരുന്നു. പിന്നെ എവിടെ നിന്നാണ് ഈ പൊടികളൊക്കെ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒറ്റ അറിവില്ല. അപ്പോൾ ഞാൻ ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഡെസ്ക് മാത്രമായിട്ടോ ഞാൻ കാണിക്കുന്നത്, മറ്റേ ഡെസ്ക് കാണിക്കുന്നില്ല. മറ്റേ ഡെസ്കിൻ്റെ അവിടെ കുറച്ച് പണിയെടുക്കാനുണ്ട്. അതുമല്ല, അതായത് വാളിൽ പെഗ് ബോർഡ് ഫിറ്റ് ചെയ്തിട്ട് അത് പറിച്ചെടുത്തിട്ട് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അവിടേക്ക് ഇനി പെയിൻ്റ് അടിച്ച് കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലായല്ലോ, എൻ്റെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. ഞാൻ പെഗ് ബോർഡ് ഓൾറെഡി ഇവിടെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് അത് വല്ലാണ്ട് മാറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അത് ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ പറിച്ചെടുത്തിട്ട് ഒന്നുകൂടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ പറിച്ചെടുത്തിട്ട് സെറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ എപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുന്ന എൻ്റെ വൈറ്റ് ഓർഗനൈസ്ഡ്, അത് ഞാൻ എപ്പോഴും ഈ ഭാഗത്ത് തന്നെ വെച്ചിരുന്നത്. ഒരു തവണ എന്തോ ഈ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സൈഡിൽ വെക്കുമ്പോഴും എനിക്ക് എന്തോ ഇങ്ങോട്ട്, അതായത് ലൈറ്റിനെ അവിടെ കവർ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഷാഡോ വരുമെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വേണ്ട തോന്നി. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെൻ ഹോൾഡർ ഞാൻ എപ്പോഴും പെഗ് ബോർഡിൻ്റെ സൈഡിലായിട്ടായിരുന്നു വെക്കാറുണ്ടായിരുന്നത്, ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡർ. അപ്പോൾ അത് ഞാൻ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡർ ഉണ്ട്, അത് ഞാൻ പെഗ് ബോർഡിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്റ്റൈലസ് പെൻ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതാണ് ആ പുഡിങ്ങിൻ്റെ ആ ഹോൾഡറിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതെൻ്റെ സ്പെക്സിൻ്റെ ബോക്സും, അത് എവിടെ വെക്കണമെന്നുള്ള ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പൊതുവേ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡെസ്ക് സെറ്റപ്പ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് രസമാണ്, ഒരു വെറൈറ്റി അന്തരീക്ഷം എന്ന് വേണമെങ്കിലൊക്കെ പറയാം. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കും, പിന്നെ തോന്നും അല്ല ഇത് ഇങ്ങോട്ട് വെച്ച് നോക്കി ഒന്നുകൂടെ വൃത്തി ഉണ്ടാവും, അപ്പോൾ അത് ഇങ്ങോട്ട് വെക്കും, പിന്നെ തോന്നും ഇത് ഇങ്ങോട്ട് വെക്കാം. ആ ഒരു നമ്മൾ ബ്രെയിൻ ഫ്രീസിങ് മൊമെൻ്റ് എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ കുറേ ടൈം പോകുന്ന പോലെ തോന്നും. ആ ഒരു പരിപാടി ചെയ്യാൻ നിന്നാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ എന്നാലും രസമാണ് ഇതിങ്ങോട്ട് വെച്ച്. ചിലപ്പോൾ എങ്ങനെ ചില സമയത്ത് കിട്ടും, അതായത് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാലും ഭംഗിയുണ്ടാവും, ഇത് ഈ സൈഡിൽ വെച്ചാലും ഭംഗിയുണ്ടാവും. അപ്പോഴൊരു കൺഫ്യൂഷൻ വരാനോ, ഇതിനിപ്പോൾ എവിടെ വെക്കുക, അതൊക്കെ നല്ല രസമാണ്. അതായത് ഈ ഡെസ്കിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇതിൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ ക്ലോക്ക്, അതായത് ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്. ഇത് ഞാൻ എപ്പോഴും എൻ്റെ ഡെസ്കിലായിരുന്നു വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അത് ഈ പെഗ് ബോർഡിലൊന്ന് വെച്ച് കൊടുത്ത് വെക്കാം. ഒരു തവണ എന്താ ഞാൻ പെഗ് ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ അധികം ഇങ്ങനെ ഡെസ്കിൽ വെക്കുന്ന രീതിക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് പെഗ് ബോർഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഹുക്ക് ഉണ്ട്, അതുമല്ലാണ് അങ്ങനത്തെ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു, അത് എവിടെ തരാണ്ടും കാണാനില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഷെൽഫിലൊന്നിങ്ങനെ വെച്ചതായിരുന്നു, അതിനെ പറിച്ചെടുത്തിട്ടാണ് ഇതിമ്മൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഗമ്മ് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൃത്തിക്ക് സെറ്റാവുന്നില്ല, എന്നാലും ഞാനൊരു ഇത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഭംഗിയുണ്ടോ തോന്നിയിട്ടോ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ, കുറച്ച് കാലം ഇങ്ങനെ പോവാം, ഈ ഒരു മാസം ഇങ്ങനെ പോവാം. പിന്നെ പുതുതായിട്ടൊന്നും ഞാൻ ഒരു ആക്സസറീസും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ പുതുതായിട്ട് ഡെസ്കിലേക്ക് ഇപ്പോൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല, ടൈമില്ലായിരുന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല. ചില സമയത്തൊക്കെ ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്രാവശ്യമല്ല, ഏപ്രിൽ മാസത്തിൽ ആ പരിപാടികളൊന്നും നോക്കിയിട്ടില്ല, ഒന്നും ഓൺലൈനിലൊന്നും സെർച്ച് ചെയ്യുക അങ്ങനെ. അപ്പോൾ എല്ലാ പഴയ സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിൽ, അതുകൊണ്ട് ഞാൻ ഓരോന്നിൻ്റെ പേരെടുത്ത് പറയുന്നൊന്നുമില്ല.
അപ്പോൾ പെഗ് ബോർഡിൻ്റെ ഈ ഒരു എന്താ പറയുക ആക്സറി ഇവിടെ വെച്ചിട്ട് ഇതിൽ ഞാൻ എൻ്റെ ടോസ്റ്റിൻ്റെ ലാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെൻസിൽ കേസ് അല്ല പെൻസിൽ ബോക്സ് അതും താഴെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പെഗ് ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഈ കോയിൻ പൗച്ചസും ഇതിമേ സെറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ കുറേ അറേഞ്ച് ചെയ്ത് നോക്കി. പക്ഷെ ചിലതൊന്നും ഞാൻ വിചാരിച്ച പോലെ ആവുന്നില്ലായിരുന്നു കേട്ടോ. അതായത് ഈ സാധനം ഇവിടെ വെച്ചാൽ നന്നാകും എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല നമുക്ക്. പക്ഷെ അത് അങ്ങോട്ട് വെച്ച് നോക്കുമ്പോൾ ആ ഒരു തോന്നൽ പാടെ തെറ്റായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ മാറ്റിമറിച്ചൊക്കെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ കുറേ ക്ലിപ്സ് അതായത് ഇങ്ങനെ മാറ്റിമറിച്ചും ചെയ്യുന്നതൊക്കെ അങ്ങനെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് പോകുമ്പോഴൊരു ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നത് കാണുമ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു കുക്കിയുടെ കോയിൻ പൗച്ച് ഇവിടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് പിന്നിലേക്ക് മാറി നിന്നിട്ട് ഇങ്ങനെ നോക്കും. അതായത് ഒരു വ്യൂ ഉണ്ടല്ലോ അങ്ങനെ നോക്കി നോക്കും എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ചിലതിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും കാണുമ്പോൾ വാവും തോന്നും. എന്നാൽ ഫോൺ ക്യാമറയിൽ ഞാനപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയും തോന്നും. അങ്ങനെ തോന്നിയായിരുന്നു ഈ കോയിൻ പൗച്ച്. എനിക്കത് അവിടെ വെച്ചിട്ട് ശരിക്കും കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. പക്ഷേ ഫോണിൽ നോക്കിയപ്പോൾ എനിക്ക് എന്തൊരു നാക്ക് കിട്ടാത്ത പോലെ. അപ്പോൾ ഞാൻ അതോടൊന്ന് മാറ്റി. പിന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും രസമില്ലാത്ത പോലെ തോന്നി. അവസാനം ഞാൻ ഈ ഒരു കലണ്ടർ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്ത്. മെയ് മാസമൊക്കെ ആയി എന്നപ്പോൾ 2025 തുടങ്ങിയെന്ന് ഞാൻ കലണ്ടർ ചേഞ്ച് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചത്. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളും സമയങ്ങളൊക്കെ അങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ ഉള്ള സമയങ്ങളൊക്കെ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. വെറുതെ മടി പിടിച്ചിരിക്കാണ്ട്. ചില സമയത്ത് തോന്നും ഈ മടി പിടിച്ചിരിക്കുന്നതിനും ഒരു രസമുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷെ ആ രസം കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ആകെ കൂടെ ബ്ലാ അവസ്ഥയിലായി പോകും. അപ്പോൾ മാക്സിമം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആവാൻ നോക്കുക. എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ബോറടിക്കുമ്പോഴും അപ്പോൾ കുറച്ച് മടിയൊക്കെ ആയിട്ടിരിക്കാം. പിന്നെ ഞാൻ എൻ്റെ ഈ സ്പെക്സിൻ്റെ കേസും ഇത് ഇവിടെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാട്ടോ നോക്കുന്നതും. അതും അവിടെ വെച്ചിട്ട് ഭംഗിയില്ല. എല്ലാവരും തോന്നലല്ലേ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഭംഗിയുള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഫോണിൽ നോക്കിയപ്പോൾ. പക്ഷേ അത് ഞാൻ ശരിക്കും കണ്ടപ്പോൾ എനിക്ക് അവിടെ വെച്ചിട്ട് ഭംഗിയില്ല. അപ്പം ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതെന്ത് തേങ്ങയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഫോണിൽ കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ചില കാര്യങ്ങൾ നേരിട്ട് കാണുന്നതിൻ്റെ ഭംഗി തോന്നുമില്ല, പക്ഷെ അത് ഫോണിൽ നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ആ ഒരു അവസ്ഥ മാറണം എന്ന് എനിക്കിങ്ങനെ ഇടയ്ക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മളെ തന്നെ ചില ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ട് തോന്നും. പക്ഷെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഒരുമാതിരി വൃത്തിയായിട്ട കോലയായിരിക്കും. അപ്പം വിചാരിക്കും ഇതെന്താ ഇങ്ങനെ. അതിന് ഫോണിൻ്റെ കുഴപ്പമാണോ അതോ നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണോ എന്ന് മനസ്സിലാവില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൽ പെഗ് ബോർഡിൽ ഒരു നമ്മുടെ ID കാർഡ് ഹോൾഡർ അതും വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് എൻ്റെ ഡെസ്ക് ലാമ്പ് ഞാനത് ചാർജ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല 3 ആഴ്ചയായിട്ട് വീട്ടിലില്ലായിരുന്നു. അന്ന് എന്തോ ബാറ്ററി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ചാർജ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനൊന്ന് ഓണാക്കി നോക്കിയപ്പോൾ അയ്യോ ജീവൻ പോയ പോലെ കത്തുന്നുണ്ട്. അത് ഇനി ഒന്ന് ചാർജിന് ഇട്ട് വെക്കണം. ഡെയിലി ഒന്ന് ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഓർമ്മ ഉണ്ടാവും ചാർജ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ എന്തോ നമ്മൾ പിന്നിക്ക് വലിക്കൂല. പിന്നെ ചെയ്യാം ആ ശീലമൊന്ന് മാറ്റിയെടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനൊരു ജാനുവരി ഫെബ്രുവരി അതുവരെയൊക്കെ നല്ല പ്രൊഡക്റ്റീവായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാംസ് കാര്യങ്ങൾ പെൻഡിങ് വർക്ക്സ് ഒക്കെ കൂടെ തലക്ക് മേലെ വന്നപ്പോൾ ആകെ അതായത് നമ്മൾ ഫോളോ ചെയ്ത് പോരുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ആകെ താളം തെറ്റിപ്പോയി. ഏപ്രിലും അത് സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി, എന്നാലും കുറച്ചും കൂടെ കാര്യങ്ങൾ സെറ്റ് ആവാത്തതുണ്ട്. അതായത് പിന്നെയും പെൻഡിങ് വർക്ക്സ് ഒക്കെ അങ്ങനെ ഇരുന്ന് അതായത് രാത്രി സമയത്തൊക്കെ പെൻഡിങ് വർക്ക്സ് ഇരുന്ന് തീർക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെയും ബിസിയായി. പിന്നെ ഡെയിലി ക്ലാസ്സിന് പോകാൻ തുടങ്ങി. മറ്റേതിന് ഇടയ്ക്കൊക്കെ ലീവ് എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ തിരക്കുകളായപ്പോൾ ഞാൻ പിന്നെയും ചെറുതായിട്ട് പഴയ പോലെ ആയി. അതായത് ഇങ്ങനെ നമ്മൾ താളിപ്പ് കളിച്ച് നടക്കുക എന്ന് പറയില്ലേ ആ ഒരവസ്ഥയായി. അപ്പോൾ ഡെസ്ക് ലാമ്പ് ഒന്ന് ചാർജ് ചെയ്ത് വെക്കണമെന്നുണ്ട്. പിന്നെ ഞാൻ അതായത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്ന് എൻ്റെ ജേണൽ, പിന്നെ ഒരു ടുഡൂൻ്റെ ബുക്ക്, പിന്നെ ഡ്രാമ ജേണലും, പിന്നെ ഒരു മിനി ജേണലുണ്ട്. ഈ മിനി ജേണൽ എന്തിനു യൂസ് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി നമ്മളെ അച്ചീവ്മെൻറ്റ്സ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് ജേണലിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു സ്പ്രെഡ് ഉണ്ട്, അതിൽ എഴുതി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഈ ജേണൽ നമ്മൾ എന്തിനേലും യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അതായത് ലൈഫിൽ മറക്കാൻ പറ്റാത്ത അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ഇങ്ങനെ ഓരോ പേജിൽ എഴുതി വെക്കാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചാനൽ മോണിറ്റൈസ് ആയത്, അപ്പോൾ അത് എഴുതി വെക്കാം. അതായത് നമ്മൾ കുറച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് ആ ഒരു കാര്യം മാത്രം. അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത് വായിക്കുമ്പോഴോ ഇത്രയും സക്സസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ തോന്നൂലേ. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതലുണ്ട്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡിൽ എന്താ പറയുക ഓരോ മന്തിലും ഗ്രാറ്റിറ്റ്യൂഡിനുള്ള സ്പ്രെഡ് ഉണ്ട്. പക്ഷേ അതിൽ ഓരോ മാസം ഉള്ള ചെറിയ കാര്യങ്ങൾ പോലും അതായത് ഇപ്പോൾ നേരത്തെ ബസ് കിട്ടി അല്ലെങ്കിൽ നേരത്തെ കോളേജിൽ എത്താൻ പറ്റി അതൊക്കെ ഞാനതിൽ എഴുതി വെക്കാറുണ്ട്. കാരണം എന്നും ലൈറ്റായിട്ട് 10 മണിക്കുള്ള ക്ലാസ്സിന് ഞാൻ വീട്ടിൽ നിന്ന് 10 മണിക്കായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക, അല്ലെങ്കിൽ 9:45 ഇറങ്ങുന്നുണ്ടാവുക.
വലിയ സ്ട്രിക്റ്റ് ഇല്ല, മീൻസ് മിസ്സിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും 10:15 10:20 ആവും ഞാൻ എത്താനെന്നുള്ളത്. പക്ഷേ ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചിലപ്പോൾ നമ്മൾ ഓടിക്കളിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടാകും, പക്ഷേ ബസ് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എത്തി കുറച്ച് കഴിഞ്ഞിട്ട് ബസ് വരുമ്പോൾ ഇന്ന് ഈ ബസ് കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുക, അങ്ങനെ അതായത് എല്ലാ ചെറിയ പൊട്ടും പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതി വെക്കും. എനിക്ക് ഇത് സെറ്റായി അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യം. ചിലപ്പോൾ ബസ്സിന് 20 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് ബസ്സിൽ കയറുമ്പോൾ ആദ്യം 10 കൊടുക്കും. ചിലപ്പോൾ അവർ വയലിരിക്കുന്ന കേൾക്കേണ്ടി വരും, കൺസെഷൻ കാർഡ് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം വെക്കേഷൻ ആണല്ലോ, അപ്പോൾ ഫുൾ ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ 10 രൂപ കൊടുത്താൽ അവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ന് 10 രൂപ, അപ്പോൾ നമുക്ക് എക്സ്പെൻസിൽ എഴുതി വെക്കാനും പറ്റും ഇന്ന് 10 രൂപ. അപ്പോൾ അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതാൻ പറ്റും. ഒന്ന് 10 രൂപ ആയതുള്ളൂ, വല്ലാണ്ട് എമൗണ്ട് ചിലവായില്ല എന്നുള്ള രീതിക്കൊക്കെ. അപ്പോൾ അതല്ലാതെ അതിൽ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ജേണലിൽ ഇങ്ങനത്തെ, അതായത് നമുക്ക് എടുത്ത് പറയത്തക്ക രീതിക്കുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ നന്നാകും. അങ്ങനെ ആകുമ്പോൾ അത് ഉപയോഗത്തിൽ പെടും. അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ബ്ലൂ ക്രേറ്റ് വെച്ചിട്ടും അതിൽ ഈ സ്റ്റിക്കേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സ് ഞാൻ ഓർഗനൈസ് ചെയ്യുന്നത് ആ ഒരു ബുക്കിലാണ്. പിന്നെ ഈ ഒരു മിനി ജേണലും അത് രണ്ടും ആ ഒരു ബ്ലൂ ക്രേറ്റിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അതിൽ സ്റ്റിക്കേഴ്സിൻ്റെ ബുക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. കാരണം ലെഫ്റ്റ് ഓവേഴ്സൊക്കെ സ്റ്റോർ ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, അതായത് ജേണലോ അല്ലെങ്കിൽ ഡയറക്റ്റ് എഴുതുമ്പോൾ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇതാണ് എടുക്കാറുള്ളത്. പിന്നെ ലെഫ്റ്റ് ഓവേഴ്സ് കീപ്പ് ചെയ്യാൻ ഒരു ട്രാൻസ്പെറൻറ്റിൻ്റെ എൻവലപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതൊരു വ്ളോഗിൽ. അത് ഞാൻ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ അതിലും തപ്പും, ചിലപ്പോൾ ഇതിലും തപ്പും. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എപ്പോഴും അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കയ്യെത്തും ദൂരത്ത് ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ചുകൂടി ഈസി ആക്കും. ഒരു മാസത്തിൽ അതായത് എൻ്റെ ജേണൽസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡെയിലി ഡയറി, ജേണൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡെസ്ക് ഉണ്ടല്ലോ, അത് പറയുമ്പോൾ റൂമിൽ അടുത്ത് തന്നെയാണ്, അതുമേലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം 2-3 പെൻ ഹോൾഡേഴ്സിൽ കളേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ചില്ലറ ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ അതുമേൽ സ്പേസ് ഉണ്ട്. ഇതിമേ പിന്നെ നമ്മൾ എല്ലാ ഡെക്കറേറ്റീവ് ഐറ്റംസും ഇതിൻ്റെ മണ്ടയ്ക്ക് മേലെ ഉള്ളത് കൊണ്ട് തന്നെ സ്ഥലം കുറവാണല്ലോ. അപ്പം അതുമേ വെച്ചായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ പിന്നെ എണീറ്റ് എടുക്കണം, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, പക്ഷെ നമ്മൾ ഈ മടിയന്മാർക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ എന്നാലും നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ടൈം വല്ലാണ്ട് കളയാണ്ട് വർക്ക് ഈസി ആക്കുക എന്നുള്ളൊരു മെത്തേഡാണല്ലോ നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പോൾ കയ്യെത്തും ദൂരത്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് എനിക്കിങ്ങനെ തോന്നി. ആവശ്യമുള്ള ബുക്സ് മാത്രം വെച്ച് കൊടുക്കുക, എല്ലാ ബുക്സും കൂടെ വെക്കാണ്ടും ആവശ്യമുള്ളത് മാത്രം. അതായത് ഇപ്പോൾ ജേണല്, ടു ഡു ലിസ്റ്റ് ഞാൻ എന്ന് എഴുതാറുണ്ട് അത്. പിന്നെ ഈ ഒരു ക്രൈറ്റിൽ സ്റ്റിക്കേഴ്സും എനിക്ക് എപ്പോഴും ആവശ്യമുള്ളത് ജേണൽ, മിനി ജേണലും ആവശ്യമുണ്ട്. പിന്നെ ഡെയിലി ഡയറിയും കൂടെ അതിൽ വെക്കാനുണ്ട്. ബാക്കിയുള്ള ഇപ്പോൾ നമ്മുടെ സെൽഫ് കെയർ ജേണൽ, ഡ്രാമ ജേണലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ എപ്പോഴും യൂസ് ചെയ്യില്ലല്ലോ, അത് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം. കാര്യങ്ങൾ പറഞ്ഞ് കുറേ നമ്മൾ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഡെസ്കിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം അറിയാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. പിന്നെ അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു എന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ട ഒരു സ്ഥാനക്കയറ്റം, എപ്പോഴും ഒരു പൊസിഷനിൽ തന്നെ ഇരുന്നാൽ പോരല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വൈറ്റ് ഓർഗനൈസറിൻ്റെ സൈഡിലായിട്ട് ഞാൻ എൻ്റെ 2 പൗച്ചസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിതിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ട്വീസേഴ്സ് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോഴും, അതായത് വീഡിയോയിൽ നോക്കുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ട് നിൽക്കുന്ന പോലെ, ആ ട്വീസേഴ്സ് ഒന്ന് പർപ്പിളും ഒന്ന് പിങ്കും ആയതുകൊണ്ടേ അതിൻ്റെ കളേഴ്സ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ട്രാൻസ്പെറൻറ്റ് ഹോൾഡറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ആൽബംസ് ആയിരുന്നു ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇതിൽ ഈ ഒരു ആൽബത്തിൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല, ഇതിൽ 2 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വെച്ചു ഈ ഒരു ക്രൈറ്റിൽ ഇട്ടിട്ട് വെച്ച് കൊടുക്കാം. ഈ ക്രൈറ്റ് എടുത്തിട്ട് ഞാൻ ഈ ഓർഗനൈസറിൻ്റെ മുകളിലൊക്കെ വെച്ചായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നൊരു നാക്ക് കിട്ടാത്ത പോലെ തോന്നാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് അതിൻ്റെ താഴെ, അതായത് ഓർഗനൈസറിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ഈ ഒരു ലെസാക്ക് ആൻഡ് പേപ്പറിൻ്റെ ഈ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇതിൽ ടുലിപ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടുലിപ്സ് വീഡിയോയിൽ കാണിക്കുമ്പോൾ എന്തോ ഭംഗിയില്ലാത്ത പോലെ തോന്നാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട, എനിക്ക് അതിൻ്റെ ലീഫിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡും എന്തോ ഒരു ഭംഗിയില്ലാത്ത ഗ്രീൻ ഷെയ്ഡ് പോലെ തോന്നുക. അപ്പോൾ ഞാനത് ഒരു വൈറ്റ് ഇതുണ്ട്, വെയ്സ് ഉണ്ട്, അതിലിട്ടിട്ടും എൻ്റെ കോളേജിലെ ഡെസ്ക് മേലെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലെസാക്ക് ആൻഡ് പേപ്പറിൽ കാര്യമായിട്ട് ഒരു ഉത്തരവാദിത്തങ്ങളില്ലാണ്ട് വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. പക്ഷേ ആ ഒരു അതിൻ്റെ ഒരു എസ്തറ്റിക്സ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഡെസ്കിൽ വെക്കുമ്പോഴൊരു ഭംഗിയുണ്ട്, ഇനി സാധനങ്ങളൊന്നും ഇട്ട് വെച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു ലാമ്പ് ഉണ്ട്. അപ്പോൾ അത് വെക്കാൻ എനിക്ക് എവിടെ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അതിൻ്റെ മുകളിലായിട്ട് വെക്കുമ്പോൾ, അതായത് അതിൻ്റെ മുന്നിലായിട്ട് വെക്കുമ്പോൾ ഭംഗി ഉണ്ടാവും. പിന്നെ ഞാൻ ആൽബംസ് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ വൈറ്റ് ആൽബം അതിൽ വെച്ചിട്ട് ഈ യെല്ലോ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി വേണ്ട, 2 ആൽബംസ് ഇങ്ങനെ തന്നെ നിന്നോട്ടെ. ചിലപ്പോൾ ഫോട്ടോസ് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രൈറ്റിൽ ഇട്ട് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ നമുക്കിതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ക്രൈറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോഴേക്കും ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഉയരം കറക്റ്റല്ല. ആൽബംസ് നമ്മൾ അതിലുള്ളിൽ വെക്കുമ്പോൾ കിടത്തിയൊക്കെ വെച്ചിട്ട് വേണം. അത്
റിസ്ക് ആണ്, ടൈം കൺസ്യൂമിങ് ആണെന്നൊക്കെ തോന്നി എനിക്ക്. അപ്പോൾ വിചാരിച്ചു വേണ്ട, അതിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അതായത് സാധനങ്ങളുണ്ടല്ലോ, ഗ്ലൂ ടേപ്പ്, പിന്നെ കറക്ഷൻ ടേപ്പ്, അങ്ങനത്തെ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ട്, ആ ഒരു PAT സ്റ്റിക്കേഴ്സും അതൊക്കെ അതിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് മാറ്റങ്ങൾ വരുത്തി തന്നെ ഉള്ളൂ. പിന്നെ ഈ കേക്കിനെ ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഇവിടെ വെച്ച് നോക്കിയപ്പോഴും രസമുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ രസമായിട്ട് തോന്നി, പക്ഷേ ശരിക്കും കാണുമ്പോൾ ഭംഗിയില്ലായിരുന്നു. ആ പെൻ ഹോൾഡർ അവിടെ വരുന്നത് കൊണ്ടും അവിടെ ഷാഡോ വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. പിന്നെ ഞാൻ ഈ ഒരു പെൻ ഹോൾഡർ വെച്ച് നോക്കി, ഇതെനിക്ക് എന്തോ ഡിസൈൻ അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടമായിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ വേറൊരു ഡിസൈനാണ് ഉദ്ദേശിച്ചത്, പിന്നെ അത് കിട്ടിയില്ല. അപ്പോൾ ഇനി കിട്ടിയത് എടുക്കട്ടെ എന്നുള്ള രീതിക്ക് വിചാരിച്ചത് ഓർഡർ ചെയ്തതായിരുന്നു. അതെന്തോ 4 പൗണ്ടോ എന്തോ വരുന്നുണ്ടായിരുന്നു, കുറച്ച് റേറ്റ് ഉണ്ട് അതിന്. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു കപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മീഷോത്തെ ലാമ്പ്. പിന്നെ എൻ്റെ ഈ ഒരു DIY ഗ്ലാസും ഇതും അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പെഗ് ബോർഡിലുള്ള 2 ആക്സസറീസും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ഒന്ന് ഈ ഒരു വാഷി ടാപ്സ് ഇട്ട് വെക്കുന്ന ഈ ഒരു ആക്സസറിയും, പിന്നെ ഇതുപോലത്തെ ഒന്നുണ്ട്, അതിൽ ഇങ്ങനത്തെ കുറച്ച് പെന്ന് കാര്യങ്ങൾ. എല്ലാ പെൻസും കൂടെ ഒന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കുഴപ്പമില്ല. കുറേ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്നല്ല, അതായത് ഈ മിനിമലിസം ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു കുഴപ്പമായിരിക്കും. അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങൾ തിങ്ങി നിൽക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ, എനിക്കൊക്കെ പൊതുവേ കുറേ സാധനങ്ങൾ തിങ്ങി നിൽക്കുമ്പോൾ ഇത് ഏതപ്പം ഞാൻ എടുക്കുക, അങ്ങനെ ഒരു തോട്ടായിരിക്കും. എന്നാൽ ഒരു 3-4 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര നീറ്റാണെന്ന് തോന്നും. അങ്ങനെ കുറച്ച് എനിക്ക് തന്നെ തോന്നാറുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളാകുമ്പോൾ ഭയങ്കര നീറ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഈ പെൻ ഹോൾഡറിലൊക്കെ ഞാൻ 3 ഒക്കെ ആക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ ആ ഒരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് ഹോൾഡർ ഉണ്ട്, അതിൽ പിന്നെ ഞാൻ കുറേ പെൻസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ പെൻസ് പിന്നെ എല്ലാതും യൂസ് ചെയ്യുന്നത് തന്നെയാണ്, കാരണം എല്ലാതും ജെൽ പെൻസാണ് വരുന്നത്. അപ്പോൾ എന്താ കുഴപ്പമില്ല. നമ്മൾ ഈ പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഇപ്പോൾ മാർക്കേഴ്സ് അല്ലെങ്കിൽ പെൻസിൽസ് അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് വെക്കുന്നതാണ് നല്ലതും. അതാണ് കാണാനും ഭംഗി കേട്ടോ. ഇത് മിനിമലിസം ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ തോന്നും. പിന്നെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഇതെന്താ കുറച്ചുള്ളല്ലോ അങ്ങനെയും തോന്നാട്ടോ. പിന്നെ ഇതെൻ്റെ ഡെയിലി ഡയറി. അപ്പോൾ അത് ഞാനിവിടെ വെക്കുന്നുണ്ട്, കാരണം ഡെയിലി എഴുതുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡെസ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് അല്ലറ ചില്ലറ മാറ്റങ്ങൾ വരുത്തി, നിങ്ങളെപ്പോഴും കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.